ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീട്രൂട്ട് തീയലാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് തീയലാണിത്. ഇങ്ങനെ ഒരു ബീട്രൂട്ട് തീയൽ ഉണ്ടെങ്കിൽ ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തീയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി നല്ല നിറമുള്ള ഒരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറിയ സ്ക്വയറായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി രണ്ട് മീഡിയം സൈസ് സവാളയും കൂടി ഇതേപോലെ ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ ഈ ബീട്രൂട്ട് തീയൽ. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാളയും ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടും സവാളയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് നെടുകെ കീറിയത് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടച്ച് വെച്ചൊന്ന് ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ സവാളയിൽ നിന്നും ബീട്രൂട്ടിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ബീട്രൂട്ട് നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി മുറി ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ തീയലിന് നല്ലതാണ്. ഇനി കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണത്തിനാണ് ജീരകം ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്നും തണുക്കട്ടെ. അതുവരെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ ഇതാ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഒരു മീഡിയം നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വറുത്ത തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ അടപ്പൊന്ന് നീക്കിയതിന് ശേഷം ഈ അരച്ച അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ജാറിൽ കൂടി 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തീയലിൻ്റെ ആ കളർ കണ്ടില്ലേ, നല്ല ചുമന്ന കളറാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ആ മധുരവും ഉപ്പും ഈ ചെറിയ എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ബീട്രൂട്ട് തീയൽ. ഇനി നമുക്ക് ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് കറി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുവി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്കൊരു വറുക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ സോസ് പാൻ അടുപ്പത്തേക്ക് വെക്കാം. ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് ഒരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ വറുക് നേരെ നമ്മുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബീട്രൂട്ടിൻ്റെ ചെറിയ മധുരവും ഉപ്പും പുളിപ്പും എരിവും എല്ലാം കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ബീട്രൂട്ട് തീയൽ കഴിക്കാൻ. ഇതുണ്ടെങ്കിൽ ചോറുപാത്രം കാലിയാകുന്ന വഴി അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും, സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്